നമ്മൾ സാധാരണക്കാരോട് ഒരു ചോദ്യം ചോദിച്ചാൽ, അതായത് നമ്മൾ രാവും പകലും കഷ്ടപ്പെടുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് പറയാനുള്ള ഉത്തരം എന്താ? അരി മേടിക്കാൻ. അങ്ങനെയല്ലേ പറയുന്നത്? സത്യം പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇയാൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അരി മേടിക്കാൻ തന്നെയാണ്. അതിന് ശേഷമേ ഉള്ളൂ ബാക്കി എന്ത് കാര്യവും നമ്മുടെ അരിപ്രശ്നം കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, അതിനുശേഷമുള്ള കാര്യമേ ഉള്ളൂ. അരി തന്നെയാണ് മുഖ്യം. എവിടെ തിരിഞ്ഞാലും അരി തന്നെയാണ് മുഖ്യം, അല്ലേ? എൻ്റെ കാര്യത്തിലേതാണ് അരി തന്നെയാണ് മുഖ്യം. കാരണം അതുണ്ടെങ്കിലേ നമുക്ക് വേവിക്കാൻ പറ്റൂ, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ, വിശപ്പടക്കാൻ പറ്റൂ. കുഞ്ഞുങ്ങളുടെ വിശപ്പ്, എല്ലാവരുടെയും വിശപ്പടക്കണമെങ്കിൽ എന്ത് വേണം? അരി വേണം. ഇന്നിപ്പോൾ ചെമ്പനീർ പൂവ് സീരിയലിലുള്ള മുഖ്യ പ്രശ്നമെന്ന് വെച്ചാൽ അരിയാണ്. എൻ്റെ പൊന്നോ, ഇങ്ങനെയുണ്ടോ അരിക്കടി? എൻ്റെ ചന്ദ്രമതിയാണ് ആകെ അരിക്ക് കിടന്ന് അടി കൂടുന്നത്. അപ്പോൾ നമുക്ക് ഈ അരിക്ക് ചന്ദ്രമതി എന്തിൻ്റെ പേരിലാണ്, എങ്ങനെയാണ് അരിക്ക് വേണ്ടിയിട്ട് ചന്ദ്രമതി അടി കൂടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരെ റിവ്യൂവിലേക്ക് പോകണം. പക്ഷേ റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോഴായിട്ടായിരിക്കും ഞാനിടുന്ന ഈ അരിപ്രശ്നത്തിൻ്റെ വീഡിയോ പോലുള്ള വീഡിയോകളെല്ലാം, അരിപ്രശ്നം വെറുതെ പറഞ്ഞതാ കേട്ടോ, എല്ലാ വീഡിയോകളും നിങ്ങളുടെ അടുത്തേക്ക് ആദ്യമേ തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന അരിപ്രശ്ന വീഡിയോകൾ പോലുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് നേരെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ തുടക്കത്തിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ മൊബൈൽ ഫോണും കുത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്കും നമ്മുടെ മീര അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. മീര ചെന്നിട്ട് ചോദിക്കണ്ടേ, നീ എന്താടി ഇങ്ങനെ ഇരിക്കുന്നത്? ഇനി നീയും കൂടി ഇങ്ങോട്ട് വാ അടുക്കളയിലേക്ക്, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയണേ, എടി മീര, ഞാനിവിടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് 1-2 ജോബിൻ്റെ വേക്കൻസിയൊക്കെ നോക്കുകയാണ്. 2-3 കണ്ടു. അതിലൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് ഒരു അയച്ചും കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ മീര പറയണേ, എന്തിനാടി നീ നിൻ്റെ കെട്ടിയോനാവാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ജോലിയൊക്കെ നോക്കുന്നത്? അങ്ങേര് ജോലിക്കൊന്നും പോകാൻ പോണില്ല. അങ്ങേരൊക്കെ വിയർപ്പിൻ്റെ അസുഖമാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ ജോലിയൊന്നും ചെയ്യുമെന്ന് നീ വിചാരിക്കണ്ട. അതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടിയിട്ട് നീ ജോലിയൊന്നും നോക്കാതിരിക്കുകയാണ് എൻ്റെ പൊന്നു ശ്രുതി നല്ലത്. ആ നേരത്തിന് നീ അടുക്കളയിലോട്ട് ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീര പറയുകയാണ്, ഇല്ലടി, ജോലിക്കൊക്കെ പോവും ശ്രുതി. പിന്നെ ശ്രുതിയുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഒത്ത ഒരു ജോലി കിട്ടിയാൽ മാത്രമേ ശ്രുതി പോവുള്ളൂ. ശ്രുതിക്ക് അതിൻ്റേതായിട്ടുള്ള ചില കോംപ്ലക്സുകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ പുള്ളിക്കാരന് ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, ശ്രുതിക്ക് പറ്റിയ ജോലി കിട്ടിയാൽ ശ്രുതി പോവും. നീ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല മീരെ എന്നിങ്ങനെ പറയുമ്പോൾ മീര പറയണം, അയ്യടാ, അയാൾ പോവില്ല. അയാൾക്ക് ഒരു കമ്പനിയിൽ, ഏതെങ്കിലും ഒരു നല്ലൊരു കമ്പനിയിൽ കഷ്ടപ്പെട്ട് നീ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താലുണ്ടല്ലോ, അയാൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരുടെയും വഴക്കിടും. അതാണ് അങ്ങേരുടെ മെയിനായിട്ടുള്ള പണി. എന്നിട്ട് ജോലിയും വലിച്ചെറിഞ്ഞ് വീണ്ടും വിചാരമില്ലാതെ ഇങ്ങ് പോരും. അങ്ങനെ ആകുമ്പോൾ ജോലിക്കൊന്നും പോകണ്ടല്ലോ, കഷ്ടപ്പെടാതെ തന്നെ ജീവിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയണം, ഒന്ന് നിർത്ത് മീര, എന്തിനാ നീ വെറുതെ എപ്പോഴും ശ്രുതിയെ കുറ്റം പറയുന്നത്? ഇനി ശ്രുതി ജോലി ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ശ്രുതിയുടെ കാര്യം ഞാൻ നോക്കും. എനിക്ക് കൂട്ടായിട്ട്, എൻ്റെ താങ്ങായിട്ട്, തണലായിട്ട് എനിക്ക് ശ്രുതി ഒപ്പമുണ്ടായാൽ മാത്രം മതി എന്നിങ്ങനെ സംസാരിക്കുകയാണ്. നമ്മുടെ മീരയും ശ്രുതിയും കൂടി തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ ശ്രുതി ചോദിക്കുകയാണ്, എന്താ ശ്രുതി എന്നോട് വരാൻ പറഞ്ഞത്? ആഹാ, ശ്രുതി വാ ഇരിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ശ്രുതി ഇരിക്കുകയാണ്. നമ്മുടെ മീര അവിടെ കുറ്റിയടിച്ചണക്ക് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ശ്രുതി പറയുകയാണ്, എൻ്റെ ശ്രുതി, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കുറച്ച് കമ്പനികളിലേക്കൊക്കെ ജോലിക്കുള്ള ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അത് നിന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വരാൻ പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടിയിട്ട് ജോലിക്കോ? അതേന്നേ, ഒരു നല്ലൊരു കൊറിയൻ കമ്പനിയുണ്ട്. അതിൻ്റെ ബ്രാഞ്ച് ഇവിടെ കേരളത്തിലുണ്ട്. ആ ബ്രാഞ്ചിൽ ഒരുപാട് ജോലികളെ, അതായത് ഒരുപാട് സ്റ്റാഫുകളെ എടുക്കുന്നുണ്ട്. അത് നിനക്ക് എന്ന് വെച്ചാൽ സെയിൽസ്മാൻ്റെ ഒരു വേക്കൻസിയാണ്. അത് വളരെ നന്നായിരിക്കും. ആ ജോലി നിനക്ക് വേണ്ടിയിട്ടൊന്ന് ആലോചിച്ചാലോ? സാലറി കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയണേ, സെയിൽസ്മാൻ്റെ ജോലിയോ? എനിക്കോ? അതൊന്നും ശരിയാവില്ല. സെയിൽസ്മാൻ്റെ ജോലി എന്താ ശരിയാവാത്തത് ശ്രുതി?
എൻ്റെ ശ്രുതി സെയിൽസ്മാൻ്റെ ജോലി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു റെസ്റ്റും ഇല്ലാതെ അലച്ചിലായിരിക്കും. അതെനിക്ക് പറ്റില്ല, എനിക്ക് സെറ്റാവില്ലെന്നേ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി പറയണം, ഓ അത് വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ ഒരു കോൾ സെൻറ്ററിലൊരു ജോലിയുണ്ട്, നല്ല ജോലിയാണ്, അത് നോക്കിയാലോ. കോൾ സെൻറ്ററിലോ? എനിക്കോ? ഇത്രയും വിദ്യാഭ്യാസമുള്ള എനിക്ക് കോൾ സെൻറ്ററിൽ ജോലിയോ? അതൊന്നും സെറ്റാവില്ല. അത് മാത്രമല്ല, എനിക്ക് ആരെടുത്തും യാചിക്കുന്നതൊന്നും ഇഷ്ടമല്ല. കോൾ സെൻറ്ററിലേക്ക് ജോലി ആവുകയാണെങ്കിൽ ഇങ്ങനെ കാറിൻ്റെ ലോൺ വേണോ, ബൈക്കിൻ്റെ ലോൺ വേണോ, ഇത്ര രൂപയുടെ ലോണുണ്ട്, ഇത്ര രൂപയുടെ ലോണുണ്ട്, അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടി വരും. എനിക്കതൊന്നും സെറ്റാവില്ല സുധി എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ മീരയാണ്, ഓ സെറ്റാവില്ല, ശരിയാ എന്നിങ്ങനെ നമ്മുടെ ശ്രുതിയെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ മീര സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണം, അങ്ങനെയാണെങ്കിൽ വേറൊരു ജോലിയുണ്ട്, ഇത് ഒരു വലിയ കമ്പനിയിലെ ജോലിയാണ് ശ്രുതി. പക്ഷേ നമ്മുടെ അതായത് ശ്രുതിക്ക് ഒരു 10-20 കിലോമീറ്ററോളം ദൂരം ഉണ്ടാവുമായിരിക്കും പോയി വരാനായിട്ട്. അത്രയേ ഉള്ളൂ, ആ ഒരു പാടേ ഉള്ളൂ. നല്ല എന്താ പറയുന്നത്, നല്ല ഓഫീസ് വർക്കാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം നല്ല സാലറിയും കിട്ടും. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി അടവ് മാറ്റുകയാണ്. ശ്രുതി പറയണം, അതൊന്നും ശരിയാവില്ല ശ്രുതി. അതെന്താ ശരിയാവത്ത്? 20 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞാൻ പോകണമെന്നോ? അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോയാലുണ്ടല്ലോ എനിക്ക് ബാക്ക് പെയിനൊക്കെ ഉണ്ടാവും, പിന്നെ അതിന് കിടന്ന് ചികിത്സിക്കേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, ഓ ശരി. അപ്പോൾ എന്നിട്ട് ഉടനെ ശ്രുതി പറയണം, എൻ്റെ ശ്രുതി, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ഞാനും ചില ജോലികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ്, പക്ഷേ എന്നിരുന്നാലും ഇനിയിപ്പോൾ ഉടനെയൊന്നും താൻ ജോലിയൊന്നും നോക്കണ്ട. അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കണേ, നോക്കണ്ടേ? അതെന്താ അങ്ങനെ? അത് വേറൊന്നും കൊണ്ടല്ല ശ്രുതി, ഇനിയിപ്പോൾ നമ്മുടെ വിവാഹമൊക്കെ ആവാറായിരിക്കുകയല്ലേ, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. വിവാഹം കഴിയുമ്പോൾ പിന്നെ ഹണിമൂൺ, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ, അപ്പോൾ ഇപ്പം ഞാനൊരു ജോലിക്ക് കയറി കഴിഞ്ഞാലും വിവാഹത്തിന് ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ വിവാഹം കഴിഞ്ഞ ഉടനെ ഒന്നും ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ ശ്രുതി. അത് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പോകണം, വിരുന്നിന് പോകണം, അപ്പോഴൊക്കെ ലീവ് എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഉടനെ ശ്രുതി പറയണം, ശരിയാ, ഞാനത് ചിന്തിച്ചില്ല സുധി, അങ്ങനെയാണെങ്കിൽ വേണ്ട, നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീര പറയൂ കേട്ടോ. മീര പറയണം, അത് വളരെ ശരിയാണ്. ആദ്യം കല്യാണം കഴിയുമ്പോൾ ഹണിമൂൺ, അത് കഴിയുമ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആവും, അത് കഴിയുമ്പോൾ കുഞ്ഞിനെ പ്രസവിക്കും, അപ്പോഴും ഒന്നും ജോലിക്ക് പോകാൻ പറ്റില്ല. അത് കഴിയുമ്പോൾ വീണ്ടും ഇവൾ പ്രഗ്നൻ്റ് ആവും, രണ്ടാമത്തെ കുഞ്ഞും പ്രസവിക്കും. അപ്പോൾ പിന്നെ ഈ രണ്ടാമത്തെ കുഞ്ഞും കൂടി ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞിനെ നോക്കാനും കൂടെ ഇവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാതാവും, കാരണം ഇവൾക്ക് പാർലറിൽ പോകണമല്ലോ എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ്. നമ്മുടെ മീര പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മീരയോട് പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കടി, അടച്ചു വെച്ച് നിൽക്ക് എന്നിങ്ങനെ പറയാണ്. ഞാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ, ആർക്കും പിടിക്കൂല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തന്നെ ശ്രുതി പറയണം, മീര എന്നെ കളിയാക്കി പറഞ്ഞതാണോ? അല്ല, ഞാൻ കളിയാക്കിയെന്ന് പറഞ്ഞതല്ല, ഞാൻ സത്യസന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞത് എന്നിങ്ങനെ നമ്മുടെ മീര പറയുകയാണ്. അങ്ങനെ അവിടെ ഇങ്ങനെ ഈ ഒരു കാര്യമായിട്ട് അവിടെ അങ്ങനെ പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ രേവതി, ഇപ്പോഴാണ് അരിപ്രശ്നം തുടങ്ങുന്നത്, പറഞ്ഞേക്കാം. അങ്ങനെ നമ്മുടെ രേവതി വന്നിരിക്കുകയാണ് അടുക്കളയിൽ. പുള്ളിക്കാരത്തി അരിപ്പോണിയൊക്കെ എടുത്ത് വച്ചിട്ട് ഒരു കുഞ്ഞൊരു പാത്രം എടുക്കുകയാണ്. അതിനകത്ത് ഒരു ഗ്ലാസ്സോ കപ്പോ അരി ഇങ്ങനെ അളന്നെടുക്കുകയാണ്. വരുന്നു നമ്മുടെ അമ്മായിയമ്മ, നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ചന്ദ്രമതി അമ്മ. ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടി നീ ഇവിടെ കാണിക്കുന്നത്? അത് അമ്മേ, നമുക്ക് ചോറ് വയ്ക്കണ്ടേ, അതിന് അരി ഇളക്കുവാണ്. നിന്നോട് ആരാ പറഞ്ഞത് അരിക്കലത്തിൽ തൊടാൻ? എൻ്റെ അരിക്കലത്തിൽ തൊട്ടു പോകരുത്. അത് അമ്മേ, നമുക്കെല്ലാവർക്കും കഴിക്കണ്ടേ, ചോറ് വയ്ക്കണ്ടേ, സമയം ഇപ്പോൾ കുറേ ആയി അമ്മേ. നിന്നോട് ആരാടി പറഞ്ഞത് എൻ്റെ അടുക്കളയിൽ കയറി എൻ്റെ അരിക്കലത്തിൽ കൈ വയ്ക്കാൻ? എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി അരിക്കലത്തിൻ്റെ പോണി ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. നോക്കിയിട്ട് പറയണം, കണ്ടില്ലേ, നേരം വെളുത്തപ്പം മുറികളെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇട്ടു, അതുപോലെ ഒരു ഉളുപ്പുമില്ലാതെ ഈ അരിക്കലവും തുടച്ച് വെച്ചിരിക്കുന്നു അവൾ. എടി, ഇത്ര നാളായിട്ട് നിനക്കറിയില്ലേ അരിക്കലം കാലിയാക്കി എടുത്തുവിടുന്ന്? അരിക്കലത്തിൽ കുറച്ച് അരിയെങ്കിലും ബാലൻസ് വെച്ചിരിക്കണമെന്ന് അറിഞ്ഞുകൂടെ? എല്ലാം നശിപ്പിക്കാനായിട്ടുണ്ടായ ഒരെണ്ണം. എടി, നീ എന്നിവിടെ കാലുകുത്തി വന്നു, അതിനുശേഷം ഈ കുടുംബം മുടിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ മോൻ്റെ പണം അവൻ്റെ 50 ലക്ഷം രൂപ ഒരു പെണ്ണടിച്ചുകൊണ്ട് പോയി. നിൻ്റെ എണ്ണക്കേട് കാരണമല്ലേടി? അതുമാത്രോ, ഇപ്പം സച്ചിയുടെ വണ്ടി കഞ്ചാവ് കേസിൽ കഞ്ചാവ് കേസിൽ വർക്ക്ഷോപ്പിലുമായി. അതിൻ്റെ പേരിൽ ഞാൻ
മലങ്കാട്ടിൽ പോയി ആ തള്ളയുടെ കാലും കൈയും പിടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവനും അങ്ങനെ ഒഴുകിപ്പോയി. ഇതെല്ലാം നിൻ്റെ രാശിക്കുറവ് കൊണ്ട് തന്നെയാണ് സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ ആകെ സങ്കടപ്പെടുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞു, അമ്മ ഞാനെന്ത് തെറ്റാ അമ്മേ ചെയ്തത്? നീ തെറ്റ് ചെയ്തില്ലെന്നോ, നീ എൻ്റെ അരിക്കലത്തിൽ തൊട്ടു, അത് തന്നെയാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനി മേലാൽ ഇവിടെ അരിക്കലത്തിൽ തൊട്ടു പോകരുത്. ഇനി നിനക്ക് ചോറ് വെക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം, എന്നിട്ട് എന്നോട് പറയണം അരി അളന്ന് തരാൻ. മേലിൽ ഇത് ആവർത്തിച്ചോലും പോടി എടി പോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ വഴക്ക് പറയുകയാണ്. രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ മാറി ഇങ്ങനെ നിന്നതെല്ലാം കണ്ടും കേട്ടും പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ രേവതി ഇങ്ങനെ രവീന്ദ്രനെ നോക്കിയിട്ട് ഒന്നും മിണ്ടാണ്ട് അങ്ങ് പോവുകയാണ്. കുറച്ച് മാറി ഇങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കണം, എന്താ ചന്ദ്ര ഇത്, എന്താ നീ കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയണം, ഞാനെന്ത് കാണിക്കാനാണ്? നീ ഇവിടെ കാണിച്ചതെല്ലാം ഞാൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. നീ എന്തിനാ മോളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്? ഓ, അത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അവളെ രാശിയില്ലാത്തവളാണ്, കണ്ടില്ലേ, അവൾ ഈ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ, എൻ്റെ അരിക്കലം വരെ ഒഴിഞ്ഞു. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണം, എൻ്റെ ചന്ദ്രയെ അതിന് നീ രേവതിയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ദേ അവൾ അമ്മയുടെ കൂടെയായിരുന്നു ഇത്രയും ദിവസം. അമ്മയുടെ കൂടെ പോയതിന് ശേഷം നീ കല്യാണം വിളിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നീട് ആകെ ഉണ്ടായിരുന്നത് സുധിയും അതുപോലെ ശ്രീകാന്തുമാണ്. അവർ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അരിപ്പാത്രത്തിൽ അരി തീർന്ന കാര്യം ആരും അറിഞ്ഞില്ല. അതിന് നീ എന്തിനാ മോളെ കുറ്റം പറയുന്നത്? അത് അവളുടെ കുറ്റമാണോ? അരി സമയത്ത് വാങ്ങിച്ചു വയ്ക്കാൻ ചെയ്തത് നമ്മുടെ കുറ്റമാണ്. അതിന് നീ മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടണ്ട ചന്ദ്രേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയാണ്, ഓ, നിങ്ങൾക്കല്ലെങ്കിലും അവളെ പറഞ്ഞാൽ പിടിക്കില്ലല്ലോ, കാരണം നിങ്ങൾ കൊണ്ടുവന്ന മരുമകളാണല്ലോ അവൾ. എൻ്റെ അടുത്തേ അവളെക്കുറിച്ച് ന്യായീകരിക്കാനൊന്നും വന്നേക്കരുത്. ചന്ദ്രമതി ഇവിടെ നിർത്ത്, ഈ സംസാരം നീ ഇവിടെ നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. ദേ ചന്ദ്രേ, രേവതി അരിക്കലത്തി തൊട്ടെന്നും പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രേവതി അളന്ന് വെച്ചാലും ചോറാണ് ആവുന്നത്, അരി വേവുമ്പോൾ ചോറാവും. നീ അളന്നിട്ട് വെച്ചാലും അരി വേവുമ്പോൾ ചോറ് തന്നെ ആവുന്നത്. മനസ്സിലായോ? ഇനി മേല ഇങ്ങനെയുള്ള വർത്താനം ഇവിടെ പാടില്ല എന്നിങ്ങനെ പറയുകയാണ്. ദേ, നീ ഇപ്പോൾ രേവതിയോട് ഇങ്ങനെ പെരുമാറിയെന്ന് വെച്ചോ, ഇനി വരുന്ന പെൺകുട്ടികൾ, അതായത് ശ്രീകാന്തിനും സുധിക്കും വരുന്ന പെണ്ണും രേവതിയെ ഈ രീതിയിലല്ലേ കാണൂ. അതുകൊണ്ട് മേല ഇങ്ങനെയുള്ള രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെ ഇവിടെ നിർത്തിക്കൊള്ളാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, ഉടനെ ചന്ദ്രമതി അവിടെ ഇങ്ങനെ പെരുവിക്കെട്ടി നിൽക്കുകയാണ്. അതിനുശേഷം രവീന്ദ്രൻ പറയണം, ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ എന്നും പറഞ്ഞിട്ട് കിട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കി ഇങ്ങനെ ആക്കിയിട്ട് പുള്ളിക്കാരനങ്ങ് പോവുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ ഒന്ന് പെരുവി കെട്ടിയിട്ട് നേരെ ഇങ്ങനെ രേവതിയെ നോക്കിയിട്ടുണ്ട്, എടി തൃപ്തിയായില്ലേ എടി നിനക്ക്? എല്ലാം കേട്ട് ആസ്വദിച്ച് നീ ഇവിടെ തന്നെ അങ്ങ് നിൽക്കുകയായിരുന്നു അല്ലേ? സമാധാനം ആയല്ലോ എന്നിങ്ങനെ പറയാണ്. രേവതിക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് രേവതി ഇങ്ങനെ മുറിയിലേക്ക് പോവുകയാണ്. മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. അപ്പോൾ രേവതി ചെന്ന് ഫോൺ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയാണ്. സച്ചി ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. വണ്ടിയുടെ അടുത്ത് സൈഡിൽ ഒതുക്കിയിട്ട് രേവതി വിളിക്കുകയാണ്. സച്ചി പറയുകയാണ്, എന്തിനാ ഞാൻ വിളിച്ചതെന്നറിയാമോ? താനിത് എവിടെ ആയിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്താ നിങ്ങളിപ്പോൾ വിളിച്ചത്? അതെ, ഞാനൊരു കൂട്ടം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടിയിട്ട്. എന്താ? നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. എന്താ? പേര് പറ. അത് ഞാൻ പറയില്ല, അത് സർപ്രൈസാ. സർപ്രൈസോ? അതേടി, ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് വരികയാണ്. ഇപ്പോൾ ചോറൊക്കെ റെഡിയല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് വിഷമാവുകയാണ്. അപ്പോൾ രേവതി പറയണം, അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. ഇത്ര നേരമായിട്ട് നീ ചോറൊന്നും ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ഇവിടെ എന്തായിരുന്നു നിൻ്റെ പണി എന്നിങ്ങനെ ചോദിക്കുകയാണ് സച്ചി. അങ്ങനെ രേവതി പെട്ടെന്ന് ഫോണങ്ങ് വെച്ചിട്ട് രേവതി വിചാരിക്കുകയാണ്, ഇനി അദ്ദേഹം വരികയാണല്ലോ, പെട്ടെന്ന് ചോറുണ്ടാക്കി കളയാം എന്ന് പറഞ്ഞിട്ട് രേവതി നേരെ അടുക്കളയിൽ വരികയാണ്. എന്നിട്ട് വീണ്ടും അരിപ്പോണി ഇങ്ങനെ തുറക്കുകയാണ്. അരിപ്പോണി ഇങ്ങനെ തുറന്നിട്ട് അരി അളക്കാനുള്ള ആ നാഴി എടുത്ത് അതിനകത്ത് വെക്കുമ്പോഴത്തേക്കാണ് രേവതിക്ക് പെട്ടെന്ന് ചന്ദ്രമതിയുടെ മുഖം ഓർമ്മ വരുന്നത്. എൻ്റെ അരിക്കലത്തിൽ തൊട്ട് പോകരുത് എടി രാശി കെട്ടവളെ, അരി അളക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേക്കണം, അല്ലാതെ എൻ്റെ അരിക്കലത്തിൽ തൊടരുത് എന്ന് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞ കാര്യം നമ്മുടെ രേവതിക്ക് ഓർമ്മ വരികയാണ്. പെട്ടെന്ന് തന്നെ രേവതി സങ്കടപ്പെട്ട് അതിങ്ങനെ അങ്ങ് വച്ചിട്ട് രേവതി നേരെ പോവുകയാണ് നമ്മുടെ ചന്ദ്രമതി കിടക്കുന്നിടത്ത്. അപ്പം മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ്.
അപ്പം രേവതി വിചാരിക്കാണ്, ഈശ്വര അമ്മ നല്ല ഉറക്കത്തിലാണല്ലോ, ഇനി അമ്മയെ വിളിച്ചുണർത്തിയാൽ ഇനി അമ്മ അതിന് വഴക്ക് പറയോ, എന്നാൽ അമ്മ എണീച്ച് വരുമ്പോൾ ചോറായില്ലെങ്കിൽ അതിനും അമ്മ വഴക്ക് പറയുമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ രേവതി നേരെ അടുക്കളയിലേക്ക് വരികയാണ്. എന്തായാലും ചോറുണ്ടാക്കി കളയാം എന്നും പറഞ്ഞിട്ട് രേവതി നേരെ അടുക്കളയിലേക്ക് വരികയാണ്. അടുക്കളയിലേക്ക് വന്നിട്ട് അരിപ്പാത്രം എടുത്തിട്ട് ഇങ്ങനെ അരി ഇളക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി എടി എന്നൊരു വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ പേടിച്ച് നോക്കണം. അപ്പോൾ ചന്ദ്രമതി പറയണം, നിന്നോട് എന്താടി ഞാൻ ഈ പറഞ്ഞത്, അരിക്കലത്തി തുടരുതെന്നല്ലേടി നിന്നോട് ഞാൻ പറഞ്ഞത്, എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ എൻ്റെ അടുക്കളയിൽ കയറി അരിക്കലത്തി കെട്ടോ അല്ല തൊട്ടോ, നിൻ്റെ കൈ കൊണ്ട് അരിക്കലത്തി തൊട്ടാലുണ്ടല്ലോ ഈ അടുക്കള മുടിഞ്ഞു പോവും. എൻ്റെ അടുക്കളയിൽ ഇത്രയും നാളിനാമച്ച് അരി കുറഞ്ഞിട്ടില്ലടി, നീ ഈ അരിപ്പോണിയിൽ തൊട്ടു എന്ന് തൊട്ട് ഇവിടെ വന്ന് നീ അരിക്കലത്തി തൊടാൻ തുടങ്ങി അന്ന് തൊട്ടാണ് അരിപ്പോണിയും കുറഞ്ഞത്. എൻ്റെ മോന് വേണ്ടിയിട്ടുണ്ടല്ലോ, എൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്, എൻ്റെ പൊന്നു മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ തള്ളയുടെ കാലും കൈയും പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വച്ചിരുന്ന പൈസ ഉണ്ടല്ലോ, അത് കല്ലിലടിച്ച പൂക്കൾ കണക്ക് പോയി. എൻ്റെ കയ്യിൽ ആ പൈസ നിന്നില്ല. ഇതിനു മുമ്പ് ഇവിടെ എത്ര രൂപയാണെങ്കിലും എൻ്റെ കയ്യിൽ നിൽക്കുമായിരുന്നു. നിൻ്റെ കാലെടുത്ത് കുത്തിയതിന് ശേഷമാണ് അതൊക്കെ സംഭവിച്ചത്. ഇനി മേലാൽ എൻ്റെ അരിക്കലത്തി തൊടാൻ വന്നേക്കരുത്, പോടി, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുകയാണ്. നമ്മുടെ രേവതി ഇങ്ങനെ പേടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ ചന്ദ്രമതി കാലി പിടിച്ച് പണ്ടാറടങ്ങിയ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിയെ പിടിച്ച് ഒറ്റൊരു തള്ള് നമ്മുടെ രേവതി ഇങ്ങനെ വന്നങ്ങ് പോവുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് രേവതി എന്നിട്ട് ഇങ്ങനെ കട്ടിളയിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് രേവതിക്ക് സങ്കടം വരികയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി ഇങ്ങനെ തുറിച്ചിങ്ങനെ നോക്കിയിട്ടാണ് പോടി എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ രേവതി പോവുകയാണ്. അടുക്കളയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ ഇതെല്ലാം കണ്ടും കേട്ടും പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ രവീന്ദ്രൻ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ രവീന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് പറയണം, അച്ഛാ കുഴപ്പമില്ല അച്ഛാ, ചോറൊക്കെ ഇപ്പം ആവും അച്ഛാ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ആ സങ്കടം ഉള്ളിലൊതുക്കി അങ്ങ് മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യത്തിൽ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഉഴപ്പിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയത്ത് മുറിയിൽ വരുന്ന രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മയുടെ കോള് വരികയാണ്. അങ്ങനെ നമ്മുടെ രേവതി കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ്, ആഹാ മോളെ നിനക്ക് സുഖമാണോ? അച്ചമ്മ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി ഫോണിൽ കൂടെ കരയുകയാണ്. സുഖമാണ് അച്ചമ്മ എന്നിങ്ങനെ പറയും. മോളെന്താ കരയുകയാണോ? എന്താ മോളെ, എന്താ പറ്റി, നീ എന്തിനാ കരയുന്നത്, എന്താ മോളെ? അച്ചമ്മ ആകെ വിഷമിക്കുകയാണ് രേവതി സങ്കടപ്പെടുന്നത് കണ്ടിട്ട്. അപ്പോൾ രേവതി പറയണം, ഒന്നുമില്ല അച്ചമ്മ, ഒന്നുമില്ലാതെ നീ കരയില്ലല്ലോ, എന്താണെങ്കിലും അച്ചമ്മയോട് പറ മോളെ. അച്ചമ്മ ഞാൻ അച്ചമ്മയുടെ കൂടെ അവിടെ വന്ന് നിന്നോട്ടെ അച്ചമ്മ, എനിക്കിവിടെ നിൽക്കാൻ വയ്യ അച്ചമ്മ, എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, ഞാൻ മടുത്തു, ഞാൻ അച്ചമ്മയുടെ കൂടെ അവിടെ വന്ന് ജീവിച്ചോട്ടെ അച്ചമ്മ എന്നിങ്ങനെ പറയുകയാണ്. അച്ചമ്മ ചോദിക്കുകയാണ്, മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്, മോളെ ആരാ സങ്കടപ്പെടുത്തിയത് എന്നിങ്ങനെ ചോദിച്ചിട്ട് അച്ചമ്മ ജഗജില്ലിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് നല്ലൊരു അരി എപ്പിസോഡായിരുന്നു. ഈ അരി എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്തേക്കണം. പിന്നെന്താ പറയുന്നത്, പിന്നെ ഇനി നാളത്തെ എപ്പിസോഡിൽ കാണാം ഇനി എന്താണ് എന്നുള്ള കാര്യം. നമ്മുടെ കലാവതി അമ്മ നമ്മുടെ ചന്ദ്രമതിയെ വറുചട്ടിയിലിട്ട് വറുക്കാനായിട്ട് നേരെ ചന്ദ്രാലയത്തിലേക്ക് വരുന്നുണ്ടോ എന്നും, അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രമതിയുടെ ചെകിട് പുളക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ടോ, കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ആ രീതിയിലാണ് നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രമതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നത്. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ വരെ കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ രാത്രി പ്രൊമോ വീഡിയോയുമായിട്ട് വരാം. അത് ഉറപ്പൊന്നും പറയുന്നില്ല, കാര്യം മഴയൊക്കെ ആണെങ്കിൽ നടക്കൂല. മഴയും വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പ്രൊമോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.